India's vegetable and fruits exports are booming. ഇന്ത്യയുടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എക്സ്പോർട്സ് ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണ്. ദിവസവും നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. നിരവധി പേർ ഇതിൽ നിന്ന് മികച്ച ഇൻകം ഉണ്ടാക്കുന്നുമുണ്ട്. അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ, വിളിക്കുന്നവർക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇതിന് എന്തൊക്കെ എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാവുന്നത്, ദെൻ ഹൗ ടു ഫൈൻഡ് ഔട്ട് യുവർ ബയേഴ്സ് ഇസ് ഓഫ് കോഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത്. സോ ഇതിനെക്കുറിച്ച് ബേസിക്കലി പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇതിൻ്റെ HS കോഡിനെ കുറിച്ചാണ്. ഫ്രഷ് വെജിറ്റബിൾസ് HS കോഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ ചാപ്റ്റർ 07 നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫ്രൂട്ട്സ് ദ HS കോഡ് സ്റ്റാർട്ട് ഫ്രം 08 എന്ന ചാപ്റ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മാംഗോസ്, ഒനിയൻ, ഗ്രേപ്സ്, പൈനാപ്പിൾ, ടൊമാറ്റോ, പൊട്ടാറ്റോസ്, ഇങ്ങനെ നിരവധി സാധനങ്ങളാണ് നമ്മൾ ദിവസവും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ GCC കൺട്രീസ് തന്നെയാണ്, ഗൾഫ് കൺട്രീസ് തന്നെയാണ്. ഇനി വെൻ ഇറ്റ് കംസ് ടു ഡോക്യുമെൻറ്റേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണ്ടത് ഓഫ് കോഴ്സ് IEC കോഡ്, ദെൻ GST, ദെൻ അപ്പഡ രജിസ്ട്രേഷൻ, AD കോഡ്, ദെൻ ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാമാണ് തന്നെ വേണ്ടത്. ബട്ട് ഇനി ബയേഴ്സ് എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ബയേഴ്സ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട ലാബ് ടെസ്റ്റും ഇതിൻ്റെ കൂടെ വേണ്ടതാണ് ഈ ഒരു എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാനായിട്ട്. ഇത്രയുമാണ് ഇതിന് വേണ്ട എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എൻട്രി ബാരിയർ വളരെ കുറവാണ്. ബട്ട് നോളജ് ഈസ് എസെൻഷ്യൽ. ശരിയായ നോളജ് ഇല്ലാതെ ഈ ബിസിനസ്സിലേക്ക് വന്നാൽ നമുക്ക് തീർച്ചയായും നഷ്ടം സംഭവിക്കും. കാരണം ഇത് പെരിഷബിൾ പ്രൊഡക്ട്സ് ആണ്. സോ നിങ്ങൾ ബേസിക്കലി ഒരു ഫാമർ ആണെങ്കിലും ഒരു ഓൺടർപ്രണർ ആണെങ്കിലും ദർ ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഡോണ്ട് മിസ് ഇറ്റ്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ, എക്സ്പോർട്ട് ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ എക്സ്പോർട്ട് എന്ന് കമൻറ്റ് ചെയ്യുക.